ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക അവിയലാണ്. അതിനുള്ള ചക്ക ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നാക്കി റെഡിയാക്കി എടുക്കാം. ചക്ക അവിയലിനുള്ള കഷ്ണങ്ങൾ: ഒരു കഷ്ണം ചക്ക, പിടി അച്ചിങ്ങ, ബീൻസ്, ഒരു ക്യാരറ്റ്, 2 മുരിങ്ങാക്കോല്. ഇനി നമുക്ക് ചക്ക നന്നാക്കാം. ഞാൻ അച്ഛമ്മയെ സഹായിക്കാം. ചവണി കളഞ്ഞെടുത്താ ഇവിടെ നമുക്ക് 2 വീട്ടിൽ പറിക്കാം. നമുക്ക് 2 പച്ചമുളക് പറിക്കാം. അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ചക്ക നീളത്തിൽ കീറിയത്, ഇത് പച്ചക്കറി കഷ്ണങ്ങൾ, അച്ചിങ്ങ, ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങാക്കോല്. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ: 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകം, 6 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, വേപ്പില, ഇത്തിരി പുളി, വെളിച്ചെണ്ണ, 1/2 കപ്പ് തേങ്ങ. ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം. അതിന് വെളുത്തുള്ളി, ജീരകം ഇതൊന്ന് നന്നായിട്ട് അരക്കണം. ചെറിയ ഉള്ളി, തേങ്ങ, നല്ലോണം അരയണ്ട, ഒന്ന് ഒതുക്കിയാൽ മതി. പച്ചമുളക്, വേപ്പില, അതും നല്ലോണം അരക്കരുത്, ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് കറി ശരിയാക്കാം. ഇനി പച്ചക്കറി അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങാപ്പീര്, പച്ചമുളക്, വേപ്പില, വെളിച്ചെണ്ണ 1 സ്പൂണ്, ആവശ്യത്തിന് വെള്ളം. ഇത് തേങ്ങ ഒതുക്കിയ വെള്ളമാണ്. നമ്മൾ ഈ കഷ്ണങ്ങളാണ് ആദ്യം വെക്കണത്. ഇത് വേവായിട്ടാണ് ചക്ക ഇടുകയുള്ളൂ. ഇതൊന്ന് ആദ്യം വേവിക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തുറന്ന് നമുക്ക് ഈ കഷ്ണം ഒന്ന് മറച്ചിടാം. ഒന്നുകൂടി വെന്തിട്ട് വേണം ചക്ക ഇടാൻ. വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് വെന്തുടയാത്ത ചക്കയാണ്. വെന്തുടയണ ചക്ക അവിയലിന് പറ്റില്ല. ഇനി ഇതിലേക്ക് അല്പം പുളി ചേർത്ത് കൊടുക്കാം. ഇത്തിരി പുളി ചേർക്കാൻ പാടുള്ളൂ. പുളി വെള്ളത്തിൽ കലക്കി വെച്ചേർന്നതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി കൊതിക്കി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ചക്ക വെന്ത് വരുമ്പോൾ വെള്ളം പോരായി ഉണ്ടെങ്കിൽ നേരത്തെ ഇത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് അമ്മ ഉണ്ടാക്കിയ ചക്ക അവിയൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഓക്കെ. അപ്പൊ ചക്ക കൊണ്ടുള്ള അവിയല് റെഡി ആയിട്ടുണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയലാണ്. ചക്കയുടെ സീസൺ കഴിയാറായി. അപ്പൊ എല്ലാവരും അതൊന്ന് പരീക്ഷ നോക്കാം. അതിന് മുമ്പ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി ചക്കയുടെ പീസ് തന്നെയാണ് കിട്ടിയത്. അടിപൊളിയായിട്ട് നല്ല രുചിയുണ്ട്. നീരപ്പൊടിയും അതിൻ്റെ ഇതെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അവിയൽ സാധാരണ അവിയലിൻ്റെ റെസിപ്പി തന്നെയാണ്, എങ്കിലും ചക്ക കൂടുതലിട്ടിട്ടുള്ള ഒരു അവിയലാണ്. ഇതിൽ ചെറിയൊരു ഗ്രേവി ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റ് ചാറുകറി ഇല്ലാതെ തന്നെ ചോറ് കൂട്ടാൻ നല്ലതാണ്. വളരെ ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ. ഇത് പ്രത്യേകിച്ച് ചാറുകറി വേണം തന്നെ ഇല്ല. പിന്നെ ഞങ്ങളുടെ പുതിയ ചാനലാണ് നോമീസ് കിച്ചൺ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ തരിക. എല്ലാവരും ചാനൽ വീണ്ടും കാണാം. ഞാൻ വീണ്ടും പറയുന്നത് ചക്കയുടെ സീസൺ കഴിയാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക കൊണ്ടുള്ള ഒരു വിഭവം കൂടി നാളെ വരുന്നുണ്ട്. അത് നാളെ കാണാം. അപ്പോൾ ഓക്കെ, സീ യു. എല്ലാവർക്കും ബൈ.